ചൈന വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത്. കാരണം മാക്സിമം ഈ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ശത്രുവായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് മൊണോപ്പോളിയായി, ചൈന ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, മോദിക്ക് പല തീരുമാനങ്ങളിലും നയങ്ങളിലും അബദ്ധം പറ്റാറുണ്ട്. അതിൻ്റെയാണ് ഈ പറയുന്ന സബ്മറൈൻ ഡീൽസും സൈൻ ചെയ്തത് പുറത്ത് പറയുന്നില്ല. ഇപ്പോൾ Su-57 പറ്റി പുറത്ത് പറയുന്നില്ല. ഇത് ഇന്ത്യൻ ആയിരിക്കും എഴുതുന്നത്. പക്ഷേ ഇത് ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങൾ, ഇന്ത്യയുമായിട്ടുള്ള സ്നേഹമുള്ള രാജ്യങ്ങൾ, ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾ ഇതൊക്കെ നോക്കുന്നുണ്ട്. നമ്മളും റഷ്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ $67 ബില്യൺ. റഷ്യയുടെ ഒരു മാർക്കറ്റാക്കി ഇന്ത്യയെ മാറ്റി. തിരിച്ച് ഇവിടുത്തെ ഫാർമയും മറ്റുള്ള കാറിൻ്റെ മറ്റുള്ള സ്പെയർ പാർട്സും അയക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ ചൈനയുടെ മാർക്കറ്റ്, അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ റഷ്യ സമ്മതിക്കുകയില്ല. വേറെ കാര്യം, ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ആദ്യം ഇന്ത്യയിൽ കാണിച്ച മീഡിയ ഗ്ലെയറും ഈ സംഭവം റഷ്യ പുടിൻ പെട്ടെന്ന് ഗ്ലോബലായിട്ടുള്ള മീഡിയയിൽ ഇന്ത്യക്കെതിരെയും ട്രംപിനെതിരെയും, പ്രത്യേകിച്ച് ട്രംപിനെ കുറ്റപ്പെടുത്തുന്ന മോദിയെ ഈ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന ട്രംപാണ് ഉത്തരവാദി, അതായത് ട്രംപാണ് ഇതിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് ട്രംപിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയും മറ്റുള്ള ആൾക്കാരും, കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഈ രാജ്യങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു. ഇത് ഗ്ലോബലായിട്ടുള്ള ഒപ്പീനിയൻ പെട്ടെന്നുണ്ടായി. അപ്പം ഇത് ഫർദർ പോകുമ്പോൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ജിയോ പൊളിറ്റിക്സിൽ, അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഗ്ലോബലായിട്ടുള്ള അക്സെപ്റ്റൻസ് കുറഞ്ഞു. അത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അത് തിരിച്ചു വരുന്നതിന് വേണ്ടി പുട്ടിനുമായിട്ടുള്ള നടത്തുന്ന ഈ പ്രേമവും പ്രകടനവും ഒക്കെ ഫർദർ ഇന്ത്യക്ക് നാശമുണ്ടാകുമോ അതോ നല്ലതുണ്ടാകുമോ? ഏതൊക്കെ രാജ്യങ്ങളാണ് റഷ്യയുമായിട്ട് ലോഹ്യത്തിന് പോകാൻ സാധിക്കുന്നത്? ഇവിടൊക്കെയാണ് ചൈന എന്ന് പറഞ്ഞ സൂപ്പർ സ്മാർട്ടായിട്ട് ഒരു പ്രവർത്തിച്ചു. ഇതിനകത്ത് ഒറ്റ പോയിന്റേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് മനസ്സിലാക്കിയത് ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ. ചൈനയാണ് വെപ്പൺസ് കൊടുക്കുന്നത് മുഴുവനും ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ. അതിനൊരു സൊല്യൂഷൻ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല.